മേരി ക്രിസ്മസ്. എനിക്ക് ക്രിസ്മസിനെ പറ്റി പറയാനുണ്ട്. പണ്ട് അമ്മ പറഞ്ഞാണ് എന്താ ക്രിസ്മസ് ആകുമ്പോ കണ്ണൂരിൽ മഞ്ഞ് പെയ്യുന്ന. ഞാൻ പോയതോടെ നശിച്ചു. നമ്മള് നന്നായി, ഇവള് നശിച്ച്. ഫുഡ് 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 മാച്ച. ഞാൻ ഇന്ന് സസ്യാഹാരം മാത്രം കഴിക്കുള്ളൂ. ഞാൻ ഇവള് പണ്ടേ പുല്ലുന്ന ജാതിയാ. കുഞ്ഞ് ബേബി വന്നു, അത് കഴിഞ്ഞിട്ട് അതിനെ കാണാൻ വേണ്ടിട്ട് ആരൊക്കെ വന്നു? 3 രാജാക്കന്മാര് വന്നു. 3 രാജാക്കന്മാരെ വന്നിട്ടുള്ളൂ. 3 രാജാക്കന്മാരെ ഉണ്ടായിട്ടുള്ളൂ. 3 രാജാക്കന്മാര് വന്നിനി. ബാക്കി ആരെല്ലാം വന്നിട്ടുണ്ട്. ആട്ടിടയന്മാരുണ്ടായിരുന്നു. പിന്നെ കൊറേ ആട്, പശു, താറാവ്, കോഴി അവിടെ ഉണ്ടായ ആൾക്കാരെല്ലാം കാണാൻ വന്നല്ലേ. മേരി ക്രിസ്മസ്. അപ്പൊ ഗൈസ് നമ്മള് അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് വ്ലോഗ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഇന്ന് എവിടെ പോകുന്നത്? മാളിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, പിന്നെ അല്ലറ ചില്ലറ സ്ഥലത്തെല്ലാം പോയി നമ്മൾ നിരങ്ങും ഇന്ന് നമ്മള്. അപ്പൊ നമ്മള് കുറച്ച് ആൾക്കാർ കൂടെ 2 ആൾക്കാർ എക്സ്ട്രയും കൂടി പിക്ക് ചെയ്യാനുണ്ട് ഗൈസ്. ശിവാനിയും നിത്യേനയും അവരും കൂടി ഉണ്ടെങ്കിൽ നല്ല അലമ്പായിരിക്കും അല്ലേ? യെസ്. അപ്പൊ നമുക്ക് അവരെ കൂട്ടിയിട്ട് നമുക്ക് നേരെ തണ്ടാൻ പോകാം. നമ്മൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഫുൾ തണ്ടല്ല മാത്രമാണ്. അപ്പൊ നമുക്ക് പോകാം, കൂട്ടാൻ പോവാം. ഹലോ മാറ്റിയാ, നമ്മളവിടെ വരുന്നുണ്ട്, പുറത്തിറങ്ങിക്കോ. നേഹ, എനിക്ക് ക്രിസ്മസിനെ പറ്റിട്ട് എന്താ പറയാനുള്ളതാ? കോളേജിലത്തെ കാര്യം ഇവിടെ പറയുന്നില്ല നേഹ. ക്രിസ്മസ് എന്താണ്, എനിക്ക് എന്താണ്? സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ക്രിസ്മസ്. ഉണ്ണേശു പിറന്ന ദിനം. ക്രിസ്മസ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ 25 ഡിസംബറിന് ആഘോഷിക്കും. ഞാൻ എന്നോട് പഠിച്ചു പറഞ്ഞതല്ല, ഇത് ഞാൻ എന്റെ വയസ്സിൽ പറഞ്ഞതാ. ഇവരെന്താ മുകളിലോ? ലൈറ്റ് ഓഫ് പണി ഇറങ്ങും. വെൽക്കം വെൽക്കം. അത് അദർവിന്റെ ഏച്ചിയായിട്ട് ജനിക്കേണ്ടവളാണ്. അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നിത്യനെ കാണിക്കോ? അക്ക എടുത്തു നമ്മള് ശിവാനി അക്ക എടുത്തു. തിളങ്ങി ബ്ലാക്കിൽ തിളങ്ങി അവൾ. നമുക്ക് ആദ്യം എവിടെ പോണ്ടത് പറയൂ. നമ്മുടെ തറവാട്ടിലേക്ക്. തറവാടായി. ഇപ്പൊ തറവാടായി. സാധാരണ പയ്യമ്പലം ബീച്ചാണ് നമ്മളെ തറവാട്. നമുക്ക് അവിടെ പോകാം. ഗായ്സ്, ഞാൻ പുതിയ ടാറ്റു അടിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ശിവ നിന്റെ എക്സ്പീരിയൻസ് ആദ്യത്തെ ടാറ്റു അടിച്ചപ്പോൾ? നല്ല വേദന. അപ്പൊ ഗൈസ് നമ്മള് തറവാട്ടിലെത്തി. നമ്മള് സെക്യൂറാ മാളാണല്ലേ ഗൈസ്. ഇവിടെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ പറയുക? ഡ്രസ്, ഫുഡ്, ഡ്രസ്, വാച്ച്, പെർഫ്യൂം എല്ലാം ഞാൻ വാങ്ങിത്തരാം. നമുക്ക് എല്ലാം കണ്ട് രസിക്കാം. അതെ, ഇതിനകത്ത് ഏതാ തുറക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞത് ഇന്ന് കുറച്ച് ദിവസം സസ്യാഹാരങ്ങൾ തിന്നാറുള്ളൂ. സസ്യമല്ലേ? അതെ. ഞാനും ശിവാനി പിന്നെ പണ്ടേ എന്താണ് പുല്ലൊന്നും പുല്ലൊന്നുമില്ല. എന്തായിരിക്കെങ്കിലും എന്തെങ്കിലും എടുക്കണമെന്നുണ്ടാ? നോക്കിക്കോളൂ, നോക്കുന്നതിന് പൈസ ഇല്ലല്ലോ. നോക്കിക്കോ. സെയിം ഗംഗ ക്രിസ്മസ് ഓഫറല്ലുള്ള പൈസ ഉണ്ടെങ്കിൽ വാങ്ങി. സെക്യൂർ മഴ ആരും ഇല്ലാത്തോണ്ട് നമ്മള് നാട് ഇവിടുന്ന് വിടുന്ന. സാധാരണ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും ലീവല്ലേ?
നമുക്ക് ഇവിടുന്ന് വിട പറയാം. പോകാം, നമുക്ക് ഇവിടുന്ന് പോകാം. എല്ലാരും കെട്ടിയൊരുങ്ങി ഗൈസ്. ഇവിടെ ഒരു രസമില്ല, എന്തോ പോലെ. നമുക്കിവിടെ നാട് വിടാം വേഗം. നമ്മള് നേരത്തെ ഇവിടെ എത്തി. അപ്പൊ ഗൈസ്, നിങ്ങൾ സിക്കർ മാളിൽ പോയിട്ട് എല്ലാം കണ്ടില്ലേ? ലൂയി വിറ്റോനും മാക്സും എല്ലാം കണ്ടില്ലേ? നമുക്ക് നേരെ എവിടെ ഇവിടെ എക്സ്പ്രസ് ഉണ്ട്, സിതപ്പാനി ഉണ്ട്, ബർഗർ ലോഞ്ച് ഉണ്ട്, പിന്നെ അവിടെ എന്താ സീബ്രീസ് ഉണ്ട്. ഇവിടെയാ ചേച്ചി നടക്ക്. നമ്മളിവിടെ എവിടെയുള്ളത്? കസാറസ് എക്സ്പ്രസ് അല്ല. ഓ, ഏതോ ഒരു നല്ല ഹോട്ടലാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടാ ഉള്ളത്. നമ്മളിവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉള്ളത്. ഇവിടെ നല്ല രസമുണ്ട്. കരിന ചേച്ചി ഉണ്ട് ബാക്കിൽ. ഒരിക്കൽ ഭ്രാന്തിയായി. നമുക്ക് പാട്ടായിട്ട ഭ്രാന്ത. ഗൈസ്, നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ടാ ഉള്ളത്. പിന്നെന്താ വാങ്ങുന്നത്? നൂഡിൽസും ഷവർമ. നോക്കെ ഇവിടെ ഇത് പുതിയതല്ല, ഇത് പുതിയ റെസ്റ്റോറൻറ്റാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് നല്ല ഫുഡെല്ലാം ഉണ്ടോ നമുക്ക് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ അല്ലേ? നല്ല ഒരു പുതിയ അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. സ്നേഹം ഒന്ന് കാണിച്ചു കൊടുക്കും ആംബിയൻസ്. നീ വിശക്കുന്നു, കുടല് വേനെടുക്കുന്നു. ഏതെന്നാ വാ. എന്ത് പിങ്കിയാ? ഇവിടെ പബ്ബില് വന്നതാ. പിന്നെ കണ്ണൂരില് പബ്ബ് എനിക്ക് ക്രിസ്മസിനെ പറ്റി പറയാനുണ്ട്. പണ്ട് അമ്മ പറഞ്ഞാന്ന് എന്താ ക്രിസ്മസ് ആകുമ്പോ കണ്ണൂരിൽ മഞ്ഞ് പെയ്യുന്ന്. ഇവിടെ ഇങ്ങനെ മഞ്ഞിങ്ങനെ പെയ്യും. പിന്നെ എന്താ കൊറേ ആടുകള് പശുക്കളെല്ലാം ഇവർക്കെല്ലാം ഞാൻ പണ്ട് ഇതാ പറഞ്ഞോളൂ. ഇപ്പൊ ക്രിസ്മസ് ആകുമ്പോ ഇവിടെ മഞ്ഞ് പെയ്യുന്ന്. എല്ലാരും വിശ്വസിക്കും ഇവന്റെ മണ്ടത്തരം. പണ്ട് നേഹ ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ 2ാം ക്ലാസ് വരെയാണ് ഇവിടെ ബഹ്റിനില് നാട്ടിലുണ്ടായത്. 2ാം ക്ലാസ് വരെ. അത് വരെയില്ലേ നമ്മള് എല്ലാരും ഒരുമിച്ചുണ്ടായാല് ഇതേപോലെ തന്നെ. പക്ഷെ ഞാൻ പോയതോടെ നശിച്ചു. നമ്മള് നന്നായി, ഇവിടെ നശിച്ച്. നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയാലോ വീട്ടിലേക്ക്? നല്ല രസമുണ്ട്, നല്ല പഴുപ്പ്. ഫാനെല്ലാം എന്തിനാ വെച്ചത് ഇവര്? ഇവിടെ AC ആടെയാ ഉള്ളത്. അവിടെ തിരിയുന്നുണ്ട്, ഇവിടെ എക്സ്ട്രാ ചാർജ് വരും ഗൈസ്. ഒന്നും പറയണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ക്രിസ്മസ് ആയിട്ട് സ്റ്റാർ തൂക്കിയിട്ടില്ല വീട്ടില്. ക്രിസ്മസ് ട്രീ ഉണ്ടാണ് വെറുതെ ഇങ്ങനെ മൂലക്കിട്ടത്. അതിനകത്ത് 2 മാസം മുമ്പ് അമ്മ ക്രിസ്മസ് ട്രീ ഇങ്ങനെ വലിച്ചിട്ടേ ഉള്ളു മുകളിൽ. നോക്കുമ്പോ അതിനകത്ത് കടന്നല് കൂട് കെട്ടീന്. അമ്മാടെ ഇട്ടിട്ട് ഓടി. ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം വാങ്ങുക, എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കേക്കെല്ലാം മുറിച്ച് ഇവിടെ 10 മണിയായിരിക്കും. ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യണോ? ബോൾസ്, കുഞ്ഞിക്കൊരു ബാൾസ് ഉണ്ട്, ട്രേസ് ഉണ്ട്, പിന്നെ സ്റ്റാർസ് ഉണ്ട്.
പഠിച്ച് പൊളിച്ച് ഇതും കൂടി അങ്ങ് എടുത്ത് പൊളിച്ചു. പാവ നിത്യേന്റെ ആദ്യേ വന്നേ, പക്ഷെ തിന്നാൻ ആരും വിടുന്നില്ല. നിത്യക്ക് ഷവർമ്മ വന്നിട്ടുണ്ട് ഗൈസ്. ചിക്കൻ്റെ ഞാൻ ഇന്ന് സസ്യാഹാരം മാത്രം കഴിക്കുള്ളൂ. ഞാൻ ഇവള് പണ്ടേ പുല്ല് നിന്ന ജാതിയാ. അയ്യോ ശിവ, ഇവനടുത്ത് ചോദിച്ചില്ല എന്താ ക്രിസ്മസിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? യേശു എങ്ങനെ ജനിച്ചു പറ. യേശു അല്ല പാവമ്മ. കാല് താഴത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ. നല്ല രസമായിരിക്കും എല്ലാ സമയത്ത്. മഞ്ഞെല്ലാം പെയ്യുന്ന സമയത്ത് കുഞ്ഞു ബേബി വന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ കാണാൻ വേണ്ടിട്ട് ആരൊക്കെ വന്നു? 3 രാജാക്കന്മാര് വന്നു. 3 രാജാക്കന്മാരെ വന്നിട്ടുള്ളൂ. 3 രാജാക്കന്മാരെ ഉണ്ടായിട്ടുള്ളൂ. 3 രാജാക്കന്മാര് വന്നിനി. ബാക്കി ആരെല്ലാം വന്നിട്ടുണ്ട്. ആട്ടിടയന്മാരുണ്ടായിരുന്നു. പിന്നെ കൊറേ ആട്, പശു, താറാവ്, കോഴി അവിടെ ഉണ്ടായ ആൾക്കാരെല്ലാം കാണാൻ വന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല രസമായിരിക്കും. ഇവിടെ കൈയാണ് മുട്ടി ഗൈസ്. നിനക്ക് ദൈവം തന്നതാണ്. ഓ, എല്ലാരും തിന്നത് കണ്ടപാടൻ എല്ലാരും പിന്നെ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല. എണ്ണം കേട്ടത് ആ അതെ അതെ അതെ. അടുത്തടുത്ത് കുറയ്ക്കാം. വീട്ടിലെടുക്കുമ്പോ ഇവരെല്ലാം കണ്ട ഫോറിൽ നിന്ന് കഴിക്കുന്ന കൂട്ടം സ്പൂണ് വെച്ചിട്ട് ഞാൻ മാത്രം കൈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും. എത്ര എടുക്കും? Any guesses? 1,000? 1,050. കാണുന്നുണ്ടോ? എണ്ണ നോക്കൂ. കാണുന്നുണ്ട്. 980. 980. ഞാനായിരിക്കും ചോദിച്ചത്. 992. ഗൈസ്, ഇത് നോക്ക്, ഓരോ സ്പ്രിങ് ഓണിയനും മാറ്റി വെച്ചിട്ടാണ് ഇവിടെ തിന്നുന്നത്. ഇവിടെ ചോറിലാണെങ്കിൽ കറീൻ്റെ അകത്തുള്ള കടുകെല്ലാം മാറ്റി വെക്കും. കറി മാറ്റി വെക്കും, എന്നാ പ്ലേറ്റ് തിന്നോ. അരി മാത്രം തിന്നു. പ്രത്യേകതരം ജീവിയാണ് ഇത്. ഇതെല്ലാം ബാക്കി വെച്ച് ഇവിടെ തിന്നടി. പൈസ കൊടുക്കും, പൈസ. ഷിവിങ് ഗുഡ് ബൈ ആണ്. നിത്യപേര് പറയേണ്ട ആവശ്യമില്ല, എല്ലാം നക്കും. ചിലപ്പോൾ പ്ലേറ്റും തിന്നണം. ഇവിടുന്ന് പോകുന്ന കേസ് ഫുഡെല്ലാം കഴിച്ചിട്ട്
വണ്ടി മതി അറിയുന്നാണ് നല്ലതില്ല വരുത്തിയത് ഇവിടെ. നമ്മൾ ഇത്രയും നേരം റീൽ എടുക്കാൻ വേണ്ടി സമയം കളഞ്ഞു. ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? നമ്മളിപ്പോ പയ്യാമ്പലി ബീച്ചില്, അതെ. അടുത്ത തറവാട്, രണ്ടാമത്തെ തറവാട്. ഇവിടെ നമുക്ക് ഐസ്ക്രീം കാണാൻ പറ്റുന്നില്ല. എല്ലാരും ഐസ്ക്രീം കൂട്ടിട്ട് പോയി. നീ വാങ്ങി തന്നിട്ട് പോയാ മതി. എവിടെയുള്ള ഐക്യമാ? എല്ലാം പൂട്ടിയാണേ. അതാ എവിടെയുള്ള? അവിടെ കച്ചുള്ളൂ. ഇവിടെ ഉണ്ടാവില്ലേ? എന്നാ പിന്നെ റോട്ടുമെന്ന് വേറെ വാങ്ങിത്തരണം. റോട്ടുമെന്ന് ആള് വെക്കുന്നുണ്ട് നേരത്തെ. അങ്ങനെ നമ്മൾ പയ്യാമ്പൽ ബീച്ചിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പൊ ഇന്നത്തെ ക്രിസ്മസ് ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? എൻജോയ് ചെയ്തോ എല്ലാവരും? എടി നമുക്ക് ആ ഐസിന്റെ അവിടെ പോയാ പോരാ? ഇതിലെ കൂടെ പോണ്ട? അത് അപ്പുറത്തെ കൂടിയാലും പോണ്ടതടാ. ആൾക്കാര് വെറുതെ ഇരിക്കുന്ന ആൾക്കാര് വീഡിയോ എടുക്കുക. എന്തൊരു രുചിയാണ് ഗൈസ്. ഇത് എന്താണ്? കാരമൽ. എന്തൊരു രുചി, എന്തൊരു രുചിയാണ് ഗൈസ്, എന്തൊരു ടേസ്റ്റ്. 11:30 അമ്മമ്മ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹലോ, ഐസ്ക്രീം ഒന്നും ഇപ്പൊ ഐസ്ക്രീം വാങ്ങിയിട്ടുള്ളേ ഉത്തരം പറയൂല. അടിച്ചു നീക്കുന്നുണ്ട്. രുചിയല്ല, രണ്ട് കഴിക്കൂണ്ട. നീ ചവച്ച് തിന്നു എന്ന് എനിക്ക് കടിച്ചു തിന്നാനോ ഇഷ്ടം. ആ കഴിക്കും. ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? എടുത്ത ശരി എടുത്തു കൊടുത്താ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ എന്താണ് തെണ്ടൽ ക്രിസ്മസ് ഒരു ഐസ് തിന്നിട്ട് നാമന്തല്ലമായി. അപ്പോ ക്രിസ്മസ് തെണ്ടൽ നമ്മൾ ഇവിടുത്തെ ഇന്നത്തോടെ കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞു. നമുക്ക് ഉറങ്ങാം അല്ലേ? അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിച്ചു, തണ്ടി ആഘോഷിച്ചു. അപ്പോ നമുക്ക് വീട്ടിലെത്തിയത് കാണാം. ഓക്കെ.